إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إنك ميت وإنهم ميتون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ അതിസൂക്ഷ്മമായി കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും, പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ അനുചരന്മാരിൽപ്പെട്ട, സഹാബികളിൽപ്പെട്ട മുആദ് ബിൻ ജബലിനെ, തൻ്റെ വഫാത്തിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് മുആദ് ബിൻ ജബലിനെ യമനിലേക്ക് ദഅവത്തിന് വേണ്ടി അയക്കുകയാണ്. അവിടെ മുആദ് ബിൻ ജബൽ, അദ്ദേഹം വാഹനപ്പുറത്തും പ്രവാചകൻ കാൽനടയായും അദ്ദേഹത്തിൻ്റെ കൂടെ യാത്രയക്കുകയാണ്. അങ്ങനെ യമനിലേക്ക് പ്രബോധനത്തിന് പോയാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആരിലേക്കാണ് പോകുന്നത്? അഹ്ലി കിതാബുകാരിലേക്കാണ്. അവിടെ ആദ്യം എന്താണ് പറയേണ്ടത്, പിന്നെ എന്താണ് പറയേണ്ടത്, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഉപദേശങ്ങൾ കൊടുത്ത്
അവസാനം അദ്ദേഹത്തെ യാത്ര അയക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് അവസാനമായി പറഞ്ഞ വാചകമാണ്, മുആദ്, ഇനി ഒരു പക്ഷേ യമനിൽ നിന്ന് ആ ദഅവ പ്രബോധന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഒരുപക്ഷെ മദീനയിലേക്ക് മടങ്ങി വരുമ്പോൾ എൻ്റെ ഖബറിനരികിലൂടെ ആയിരിക്കും മുആദ് താങ്കൾ ഒരുപക്ഷെ നടന്നു പോവുക, നമ്മളിനി കണ്ടുമുട്ടണമെന്നില്ല. ഈ വാചകങ്ങൾ കേട്ടപ്പോൾ ഹദീസിൽ കാണാം, ഫബക്കാ മുആദുൻ, മുആദ് റളിയല്ലാഹു അൻഹു അതിശക്തമായി അദ്ദേഹം ഈ വാചകങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹം കരഞ്ഞു. ലി ഫിറാഖിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ വേർപാടിന്റെ സൂചനകളായിരുന്നു പ്രവാചകന്റെ ആ വാചകങ്ങളിൽ നിന്ന് സഹാബിക്ക് മനസ്സിലായത്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിന്റെ സൂചനകളിൽ നിന്ന് സഹാബികൾ കരഞ്ഞു. മദീന മുഴുവനും വിങ്ങിപ്പൊട്ടിയ ദിനമായിരുന്നു യഥാർത്ഥത്തിൽ റബീഉൽ അവ്വൽ, ഹിജറ 11 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിനം എന്നത്. പ്രവാചക വിയോഗത്തിന്റെ സൂചനകൾ നമുക്ക് ഹദീസുകൾ എടുത്തു പരിശോധിക്കുമ്പോൾ പ്രവാചകൻ മരണപ്പെടുന്നതിന്റെ വഫാത്താകുന്നതിന് മുമ്പ് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മരണത്തിന്റെ സൂചനകൾ നൽകിയതായി ഹദീസുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്റെ വിയോഗമാണ് മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ച ഏറ്റവും വലിയ മുസീബത്ത്, തന്റെ വേർപാടാണെന്ന് പ്രവാചകന്റെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അഷ്റഫുൽ ഹൽക്ക്, ലോകത്തിന് മുഴുവൻ കാരുണ്യമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വേർപാടിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ബാധിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും വളരെ ലഘുവായി നിങ്ങൾക്ക് തോന്നുമെന്നാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട് നമുക്ക്. ആ പ്രയാസങ്ങളെ പറ്റി ആലോചിച്ച് ചിന്തിച്ച് സ്വയം ആകുലപ്പെടുന്നവർക്ക് അത് ചെറുതെന്ന തോന്നലുണ്ടാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മാർഗമാണ്, ഇദാ അസാബ അഹദുക്കും മുസീബത്തൻ, നിങ്ങളിൽ ആരെങ്കിലും ഒരു മുസീബത്തിനെ അഭിമുഖീകരിച്ചാൽ, ഒരു മുസീബത്ത് നിങ്ങൾക്ക് ബാധിച്ചാൽ, ഫൽയദ്കുർ മുസീബത്തു ബി മുസീബത്തഹു ബി, അവൻ എന്റെ വേർപാടിനെ പറ്റി, എന്റെ മരണത്തെ, എന്റെ വഫാത്തിനെ പറ്റി അവൻ ആലോചിച്ചു കൊള്ളട്ടെ, അവൻ ഓർക്കട്ടെ. ഫഇന്നഹാ മിൻ അഅലമിൽ മസായിബ്, അതേ വിപത്തുകളിൽ ഏറ്റവും വലിയ വിപത്ത് എന്നത് എന്റെ വേർപാടാണ്, എന്റെ വഫാത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകന്റെ വഫാത്തിൽ മിമ്പർ കരഞ്ഞ, ഒരു മരത്തടി കരഞ്ഞ സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ ആദ്യം ഉപയോഗിച്ചത്, ഖുത്ബ പറയാൻ ഉപയോഗിച്ചത് ഒരു മരത്തടിയായിരുന്നു. പിന്നീട് ഒരു സ്ത്രീ പ്രവാചകന് വളരെ മനോഹരമായ ഒരു മിമ്പർ പണി കഴിച്ചു കൊടുക്കുകയാണ്. പ്രവാചകൻ അതിൽ ആദ്യ ഖുത്ബ നിർവഹിക്കുമ്പോൾ പ്രവാചകൻ തന്റെ സൈഡിലേക്ക് മാറ്റി നിർത്തിയ ആ മരത്തടി യഇന്നു കമാ യഇന്നു സ്വബി, ഒരു ചെറിയ കുട്ടി കരയുന്നത് പോലെ ആ മരത്തടി കരഞ്ഞു. പ്രവാചകൻ തന്നെ മാറ്റി നിർത്തിയതിന്റെ സങ്കടത്തിൽ കരഞ്ഞു എന്ന് പ്രവാചകന്റെ മുഅ്ജിസാത്തുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാട് നമുക്കറിയാം. നമ്മുടെ ഏറ്റവും ഉറ്റവരായ ഉടയവരായ നമ്മുടെ ഏറ്റവും സ്നേഹിതരായ ആളുകൾ അവർ മരണപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ കരയാറുണ്ട്. എന്നാൽ നമ്മൾ നമ്മുടെ സ്വന്തത്തെക്കാളും ഏറെ, മാതാപിതാക്കളെക്കാൾ ഏറെ സ്നേഹിക്കുന്ന ആ പ്രവാചകന്റെ വേർപാട്, സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ആ പ്രവാചകന്റേതാണെങ്കിൽ ആ ദുഃഖം ഇരട്ടിയായി മാറുകയാണ്. മറ്റാരുടെ വേർപാടിനേക്കാളും പ്രവാചകന്റെ വേർപാടാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുഃഖം, ഏറ്റവും വലിയ മുസീബത്ത് ഒന്നുള്ളത്. പ്രവാചകന്റെ വേർപാടിന്റെ സൂചനകൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ പ്രവാചകൻ അറിയിക്കപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണത്തിന് മുമ്പ് തന്നെ വിശുദ്ധ ഖുർആൻ നൽകിയ സൂചനകൾ, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, പ്രവാചകരെ താങ്കൾ മരിക്കാനുള്ളതാണ്, നീ മരിക്കുന്നവനാകുന്നു. വ ഇന്നഹും മയ്യിത്തൂൻ, അവരും മരിക്കുന്നവരാകുന്നു. അതേപോലെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അതിന്റെ വിശദീകരണം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബികളോട് ചോദിച്ചു. എന്താണ് ഇതിന്റെ വ്യാഖ്യാനം, എന്താണ് ഇതിന്റെ തഫ്സീർ, എന്താണ് ഈ സൂറത്തിലെ വചനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സഹാബിമാരോട് ചോദിച്ചപ്പോൾ ചില സഹാബികൾ പറഞ്ഞു, രാജ്യങ്ങളും കൊട്ടാരങ്ങളും ഇസ്ലാം വിജയിച്ചടക്കുന്ന കാലമാണ് അതിന്റെ ഉദ്ദേശം. പ്രവാചകൻ നേരെ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, ഇബ്നു അബ്ബാസ്, എന്താണ് ഈ ആയത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ നസ്ർ, സഹായവും വിജയവും വന്നു കിട്ടിയാൽ എന്ന് പറഞ്ഞ ഈ ആയത്തിന്റെ ഉദ്ദേശം എന്താണ്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് നബിക്ക് സ്വന്തം മരണത്തെക്കുറിച്ചുള്ള അവധിയെക്കുറിച്ച് ഉദാഹരണത്തിലൂടെ അറിയിച്ചു കൊടുത്തതാണ്, അതിന്റെ സൂചനകൾ വ്യക്തമാക്കിയതാണ് സൂറത്തുൻ നസ്ർ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മറുപടി കൊടുക്കുകയാണ്. മാത്രമല്ല പ്രവാചകൻ വഫാത്തിനുള്ള സൂചനകൾ തുടരെയുള്ള വഹീകൾ പ്രവാചകൻ വഫാത്താവുന്നതിന് മുമ്പ് ആ മരണത്തിന്റെ മുന്നോടിയായി റസൂലുള്ളാഹിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതലായി വഹീകൾ ലഭിച്ചു എന്ന് സഹാബികൾ പറഞ്ഞു. ഇന്നല്ലാഹ താബ അലാ റസൂലിഹി ഖബല വഫാത്തിഹി ഹത്താ തവഫാഹു അക്സറ മാ കാനൽ വഹി അധികരിച്ചു കൊണ്ടിരുന്നു. 4 എല്ലാ റമദാനിലും പ്രവാചകൻ അവസാനത്തെ 10 ദിനങ്ങളാണ് ഇഅ്തികാഫ്. എന്നാൽ പ്രവാചകൻ വഫാത്താകുന്ന ആ വർഷം റമദാനിലെ 20 ദിനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നിരുന്നു. എല്ലാ വർഷവും ഒരു തവണ പ്രവാചകന്റെ ഹിഫ്ള് പരിശോധിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം വരാറുണ്ടായിരുന്നു. എല്ലാ വർഷവും ഒരു തവണ പ്രവാചകൻ പൂർണ്ണമായും ജിബ്രീൽ അലൈഹിസ്സലാമക്ക് ഖുർആൻ ഓതി കൊടുക്കുമായിരുന്നു. എന്നാൽ പ്രവാചകൻ മരണപ്പെടുന്ന വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ട് 2 തവണ ഹിഫ്ള് തന്റെ മനപ്പാഠം പരിശോധിച്ചു. ഖുർആനിന്റെ സംരക്ഷണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലാണ് വലാ അറാഹു ഇല്ലാ ഹലറ അജലി, എന്റെ അവധി അടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പ്രവാചകൻ സഹാബികളോട് തന്റെ കാര്യങ്ങൾ 2 തവണ ജിബ്രീൽ വന്നതുമായി ബന്ധപ്പെട്ട് സഹാബികളോട് പ്രവാചകൻ പറയുകയാണ്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഹജ്ജത്തുൽ വിദാ പ്രവാചകൻ മരണപ്പെടുന്നതിന്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വലിലാണ് മരണപ്പെടുന്നത്. അതിന്റെ മുമ്പ് സഫർ, അതേപോലെ തന്നെ ദുൽഹിജ്ജയുടെ ആദ്യ ദിനങ്ങളിൽ ഹജ്ജ് നിർവഹിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ വിശുദ്ധ ഖുർആനിൽ ആയത്താണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിത എന്ന് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ദീനായി ഇതാ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഇതൊക്കെ പ്രവാചകന്റെ വഫാത്തിലേക്കുള്ള കൃത്യമായ സൂചനകളായിരുന്നു. മാത്രമല്ല ഹജ്ജിന്റെ പല സമയത്തും പ്രവാചകൻ വിടവാങ്ങലിന്റെ സൂചനകൾ തന്റെ പ്രിയപ്പെട്ട അനുചരന്മാർക്ക് നൽകിയത് ഹദീസുകളിൽ നമുക്ക് കാണാം. ഹജ്ജിന്റെ ആരാധനകൾക്കിടയിൽ പ്രവാചകൻ സഹാബികളോട് പറയുന്നു, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ച് അത് കണ്ട് പഠിച്ച് നിർവഹിക്കുക. ഫഇന്നി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഒരു പക്ഷേ അടുത്ത വർഷം നമ്മൾ നേരിൽ കണ്ടുമുട്ടണമെന്നില്ല. ഇതുപോലൊരു ഹജ്ജിന് നമ്മൾ പരസ്പരം കണ്ടുമുട്ടണമെന്നില്ല. പ്രവാചകൻ കൃത്യമായ സൂചനകൾ സഹാബികളോട് പങ്കുവെക്കുകയാണ്. മാത്രമല്ല ഹജ്ജത്തുൽ വിദായിനു ശേഷം തുടർന്നുള്ള 3 മാസം ദുൽഹിജ്ജ പൂർത്തിയാക്കി, മുഹറം പൂർത്തിയാക്കി, അതേപോലെ തന്നെ സഫർ മാസം പതിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ മറമാടിയിരിക്കുന്ന ബഖീഉൽ ഗർഖദ്, നമുക്കറിയാം ഗർഖദ് ചെടികൾ തിങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. സഹാബികളെ മറമാടിയിരുന്ന ആ ഭാഗത്തേക്ക് പ്രവാചകൻ പോവാറുണ്ടായിരുന്നു. ആ ഖബറുകൾ സന്ദർശിക്കാറുണ്ടായിരുന്നു. അവിടെ സഹാബികൾക്ക് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പിന്നീട് നമസ്കാരത്തിനല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരുന്നില്ല. അവിടെ വഫാത്തിന്റെ 5 ദിവസം മുമ്പ് ഒരു ബുധനാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലക്കും വയറിനും ശക്തമായ വേദന അനുഭവപ്പെടുകയാണ്. തലക്കുമീതെ വെള്ളമൊഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ ഒരാശ്വാസം വന്നപ്പോൾ സ്വഹാബികളുടെ സഹായത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പോവുകയാണ്. പ്രവാചകൻ 5 ദിവസം മുമ്പ്, ഒരു തിങ്കളാഴ്ചയാണ് വഫാത്താകുന്നതെങ്കിൽ അതിന്റെ 5 ദിവസം മുമ്പ് ബുധനാഴ്ച പ്രവാചകൻ അവിടെ മിമ്പറിലേക്ക് കയറുകയാണ്. മിമ്പറിൽ ഇരുന്ന് പ്രവാചകൻ സഹാബികളോട് ചില വസിയത്തുകൾ കൊടുക്കുകയാണ്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹു ബൈന അയ്യുതിയഹു മിൻ സഹറത്തി ദുനിയ മാശാ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദഹു, അല്ലാഹു ഒരു അടിമക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. എന്താണ്? ഒന്ന് ദുനിയാവിലെ സുഖലോലുപതകൾ തെരഞ്ഞെടുക്കാൻ ഒരു സെലക്ഷന് വേണ്ടി അവസരം നൽകി. രണ്ടാമത്തത് അല്ലാഹുവിന്റെ അടുക്കൽ തെരഞ്ഞെടുക്കാനും ഒരടിമക്ക് അല്ലാഹു അവസരം നൽകി. എന്നാൽ അല്ലാഹുവിന്റെ അടുക്കലുള്ളത് ആ അടിമ തെരഞ്ഞെടുത്തു എന്ന വാചകം മാത്രമേ പ്രവാചകൻ പറഞ്ഞുള്ളൂ. ചില സഹാബികൾ പറയുന്നു, അബൂബക്കറിലേക്ക് നമ്മൾ നോക്കി, വൃദ്ധനായ വയസ്സനായ ആ വ്യക്തി ശക്തമായ അദ്ദേഹം കരയുകയാണ്. പ്രവാചകന്റെ വാചകങ്ങൾ കേട്ട് ആ പള്ളിയിലിരുന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഞങ്ങളെ അത് അത്ഭുതപ്പെടുത്തി. പ്രവാചകൻ പറഞ്ഞ ഈ വാചകങ്ങൾ ഞങ്ങളെക്കാൾ സഹാബികൾ പറയുന്നു, വകാന അബൂബക്കർ ഹുവ അഅലംനാ ബി, ഞങ്ങളെക്കാളും പ്രവാചകൻ പറഞ്ഞ വാചകങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞു. അത് പ്രവാചകനെ പറ്റിയാണ് പറഞ്ഞത്.
പ്രവാചകന് ദുനിയാവിൽ ജീവിക്കാനുള്ള അനുവാദം നൽകി, അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു വരാനുള്ള അവസരവും നൽകി. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുള്ള സുഖാനുഭൂതികളെ പ്രവാചകൻ തെരഞ്ഞെടുത്തു, ആ വഫാത്തിനെ തെരഞ്ഞെടുത്തു എന്നതാണ് പ്രവാചകന്റെ വാചകങ്ങളിൽ നിന്ന് മനസ്സിലായത്. അതും വഫാത്തിനുള്ള സൂചനകൾ കൃത്യമായ സൂചനകളായിരുന്നു. മാത്രമല്ല, ഈ വാചകത്തിന് ശേഷം മിമ്പറിൽ വെച്ച് പ്രവാചകൻ സഹാബികളോട് പറയുന്ന വസിയത്തുകളിൽ ഏറ്റവും ഗൗരവമേറിയ വസിയത്തുകൾ നൽകി. അവിടെ ഒരു വസിയത്താണ് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. പ്രവാചകൻ ആവർത്തിച്ചു നൽകിയ വസിയത്താണ് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ. ജൂത ക്രൈസ്തവരുടെ മേൽ അല്ലാഹുവിന്റെ ലഅനത്ത് ഉണ്ടാകട്ടെ, അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. എന്താണ് ശാപത്തിനു കാരണം? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. അവരവരിലെ അംബിയാക്കളിലെ സ്വാലിഹീങ്ങളുടെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റിയെന്നാണ് പ്രവാചകന്റെ അവസാന വസിയത്താണ്, അവസാനത്തെ ദിനങ്ങളിലെ വസിയത്താണ്. പ്രവാചകൻ മരിക്കുന്ന റബീഉൽ 12 അന്നും പ്രവാചകൻ നൽകിയ വസിയത്തിൽ ഈ വസിയത്ത് കാണാൻ സാധിക്കും. എന്നാൽ പ്രവാചക സ്നേഹത്തിന്റെ ആ മൊത്തക്കുത്തക അവകാശപ്പെടുന്നവർ പ്രവാചകന്റെ അവസാന ദിനങ്ങളിൽ പ്രവാചകൻ കൊടുത്ത ഈ വസിയത്തുകളെ പോലും കാറ്റിൽ പറത്തുകയാണ്. ഖബറിടങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ആ ഖബറുകൾ കെട്ടിപ്പൊന്തിച്ച് അവിടെ പച്ച വിരിച്ച് ആ ഖബറാടിയോട് പ്രാർത്ഥിക്കുന്ന, ആ ഖബറ് പൂവിട്ട് മൂടുന്ന, ചന്ദനത്തിരി കത്തിക്കുന്ന എത്രയെത്ര അന്ധവിശ്വാസങ്ങളും ശിർക്കൻ പ്രവർത്തനങ്ങളുമാണ് മുസ്ലിം ഉമ്മത്തിൽ തന്നെ നമ്മൾ കാണുന്നത്. പ്രവാചകന്റെ വസിയത്തുകളെ കാറ്റിൽ പറത്തപ്പെടുകയാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് നമുക്കറിയാം. ഒരാൾ മരണപ്പെടുമ്പോൾ നൽകുന്ന വസിയത്തിന് അതിനേറെ പ്രാധാന്യമുണ്ട്. ആ വസിയത്തുകൾ പോലും മാറ്റി നിർത്തപ്പെടുകയാണ്. 4 ദിവസം മുമ്പ് ഒരു വ്യാഴാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജമാഅത്തിന് വേണ്ടി വരികയാണ്. കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 4 വഖത്തുകൾ വ്യാഴാഴ്ച നമസ്കരിച്ചു, സുബഹി നമസ്കരിച്ചു, അതേപോലെ തന്നെ ളുഹർ, അസ്ർ, മഗ്രിബ് 4 വഖത്തുകൾ നമസ്കരിച്ചു. അന്ന് വ്യാഴാഴ്ച രാത്രി ഇശാ നമസ്കാരത്തിന് പ്രവാചകൻ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹിക്ക് ബോധക്ഷയം സംഭവിക്കുന്നു. പ്രവാചകൻ ബോധം തെളിയുമ്പോഴെല്ലാം സഹാബികളോട്, ഭാര്യമാരോട് ചോദിക്കുന്നത് അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചു എന്നാണ്. നമസ്കാരത്തെ പറ്റിയാണ് പ്രവാചകൻ ചോദിക്കുന്നത്. പ്രവാചകന്റെ ഭാര്യമാർ പറയുന്നു, ലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അവർ നമസ്കരിച്ചിട്ടില്ല. ഹും യൻതദിറൂനക, മസ്ജിദിൽ, പള്ളിയിൽ നിങ്ങളെ വെയിറ്റ് ചെയ്തു നിൽക്കുകയാണ് സഹാബികളെല്ലാം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു എടുക്കുന്നു, ബോധക്ഷയം സംഭവിക്കുന്നു, 3 തവണ ആവർത്തിക്കുന്നു. മുറു അബാ ബക്കറിൻ റസൂലുള്ളാഹ്. അപ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ ചുമതല കൊടുക്കുന്നത്. മുറു അബാ ബക്കറിൻ അയ്യുസല്ലി ബിന്നാസ്, ജനങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ അബൂബക്കറിനോട് കൽപ്പിക്കുക, അബൂബക്കറിനോട് പറയുക. പകരക്കാരനായി റസൂലുള്ളാഹ് നിശ്ചയിച്ചത് അബൂബക്കറിനെയാണ്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ 1ാമത്തെ ഖലീഫയായി തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ വളരെ ശക്തമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയാണ്. ആയിഷ പറയുന്നു, സ്വന്തം വാപ്പയെ പറ്റിയാണ് പറയുന്നത്, ഇന്ന അബാ ബക്കറിൻ റജുലുൻ റഖീഖ്, എന്റെ വാപ്പ അബൂബക്കർ ലോലഹൃദയനാണ്. ഇദാ ഖറഅൽ ഖുർആൻ ഫലാ യംലികു ദംഅഹു, അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്താൽ അദ്ദേഹത്തിന് കണ്ണുനീർ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം അബൂബക്കർ കരയും. ലാ യസ്മഉൻ നാസു ബിൽ ബുകാ, കരച്ചിൽ കാരണം ജനങ്ങൾക്ക് ഖുർആൻ പാരായണം കേൾക്കാൻ കഴിയില്ല. ഫലൗലാ അമർത ഗൈറ അബൂബക്കർ, അബൂബക്കർ അല്ലാത്ത മറ്റൊരാളെ നിശ്ചയിക്കാമോ എന്ന് ആയിഷ റളിയല്ലാഹു ചോദിക്കുന്നു. പക്ഷേ പ്രവാചകൻ 3 തവണ ആവർത്തിക്കുന്നു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഇമാമായി നിൽക്കുന്നു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ സഹാബികൾ ചെല്ലുന്നു. അവിടെ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഞാൻ പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നു. ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുഅഖ്, അദ്ദേഹം കടന്ന കടക്കത്തിൽ അദ്ദേഹം അതിശക്തമായി വിറക്കുകയാണ്. ഫവദഅതു യദയ്യ അലൈഹി ഫവജദ്തു ഹർറഹു ബൈന യദൈഹി ഫൗഖ ലിഹാഫ്, പ്രവാചകനും ആ പുതപ്പിനും മേലെ എന്റെ കൈകൾ ഇങ്ങനെ വെച്ചപ്പോൾ അതിന്റെ അതിശക്തമായ ചൂട് എന്റെ കൈകൾക്ക് അനുഭവപ്പെട്ടു. അത്ര ശക്തമായ വേദന, ചൂട് പ്രവാചകന്റെ പനിക്കുണ്ടായിരുന്നു എന്ന് സഹാബികൾ പറയുന്നു. റസൂലുള്ളാഹിനോട് ചോദിച്ചു, എന്താണ് പ്രവാചകരെ, വലിയ പ്രയാസം, വലിയ വേദനയാണല്ലോ നിങ്ങൾ അനുഭവിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, ഇന്നാ കദാലിക യുദാഇഫു ലനൽ ബലാ, ഞങ്ങൾ അമ്പിയാക്കൾക്ക് പരീക്ഷണങ്ങൾ ഇരട്ടിയായി വർദ്ധിച്ച തോതിൽ ഉണ്ടാകും. വയുദാഇഫു ലനൽ അജ്ർ, അതുപോലെ പ്രതിഫലവും ഞങ്ങൾക്ക് ഉണ്ടാകും. അവിടെയും പ്രവാചകൻ പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. എന്തിനാണ് ഈ വസിയത്ത് ആവർത്തിച്ചത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, യുഹദ്ദിറു മാ സനഉ,
നബി അവർ ചെയ്ത കാര്യം ഈ ഉമ്മത്തിനെ താക്കീതായി നൽകുകയാണ്. ഖബറുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകൾ ജൂത ക്രൈസ്തവരുടെ രീതിയാണ്, ജൂത ക്രൈസ്തവരുടെ സംസ്കാരമാണ് ഖബറിടത്തിലെ ആരാധനകൾ എന്ന് പ്രവാചകൻ താക്കീത് നൽകുന്നു. പ്രവാചകൻ രണ്ടാൾ അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് മുഅബ്ബിദാത്തുകൾ ഓതി കൊടുക്കുകയാണ്. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് അത് ഊതി പ്രവാചകന്റെ ശരീരത്തിലേക്ക് പ്രവാചകന്റെ കൈകൾ കൊണ്ട് തടവി. മുഹദ്ദിസുകൾ പറയുന്നു, എന്തുകൊണ്ട് ആയിഷ റളിയല്ലാഹുവിന്റെ കൈ ഉപയോഗിച്ചില്ല? പ്രവാചകന്റെ കൈകൾക്ക് ബറക്കത്തുണ്ട്. ആ ബറക്കത്താക്കപ്പെട്ട കൈകൾ ഉപയോഗിച്ച പ്രവാചകന്റെ ശരീരത്തിൽ ആകമാനം തടവി വേദനക്കുള്ള ട്രീറ്റ്മെന്റ് ആണ്. ഖുർആൻ ശിഫയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇതുകൊണ്ടാണ്. മുഅബ്ബിദാത്തുകൾ ഓതി റുഖിയ നടത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ. അതേപോലെ തന്നെ 2 ദിവസം മുമ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു ഒരു ശനിയാഴ്ച ളുഹ്ർ നമസ്കാരം, അവിടെ റസൂലുള്ളാഹിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. പ്രവാചകനെ ഏൽപ്പിച്ചത് മുതൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അവിടെ ഇമാമത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരു ളുഹ്റിന് പ്രവാചകൻ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. ഫളൽ ഇബ്നു അബ്ബാസിന്റെയും അലി ഇബ്നു അബീ ത്വാലിബിന്റെയും ഷോൾഡറിൽ കൈവച്ച് പ്രവാചകൻ മദീനത്തെ പള്ളിയിലേക്ക് ആ മണലിൽ പ്രവാചകന്റെ കാല് വെച്ചു വന്ന മണലിൽ അടയാളങ്ങൾ കാണാമായിരുന്നു. അങ്ങനെ പ്രവാചകൻ ളുഹ്റിന്റെ സമയം ഒരൽപ്പം ആശ്വാസം ലഭിച്ചപ്പോൾ പ്രവാചകൻ പള്ളിയിലേക്ക് എത്തി. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കാരം ആരംഭിച്ചിരിക്കുന്നു, ളുഹ്റിന്റെ നമസ്കാരം ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ പ്രവാചകനെ കണ്ട അബൂബക്കർ ഒരൽപ്പം പിന്നോട്ടേക്ക് മാറിയെങ്കിലും പ്രവാചകൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇടതുഭാഗത്തായി പ്രവാചകൻ അവിടെ ഇരിക്കുകയും ചെയ്തു. ഹദീസുകളിൽ കാണാം, അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയെയും സഹാബികൾ അബൂബക്കറിനെയും തുടരുന്ന രീതിയിൽ അവർ നമസ്കാരം പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. തലേ ദിവസം ഞായറാഴ്ച ദിവസം തന്റെ അടിമകളെ പ്രവാചകൻ മോചിപ്പിക്കുന്നു. കയ്യിലെ 7 ദീനാറുകൾ പ്രവാചകൻ ദാനം ചെയ്തു, വാള് മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്തു. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ എല്ലാം ദാനം ചെയ്യുകയാണ്. അവിടെയും അവസാന തലേ ദിവസവും വഫാത്തിന്റെ മുമ്പ് പ്രവാചകൻ നൽകിയ വസിയത്ത് നമസ്കാരത്തെ പറ്റിയാണ്. അസ്സലാത്തു അസ്സലാത്തു ബിമാ മലക്കത് അയ്മാനുകും, നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഗൗരവത്തിൽ കാണണേ എന്നായിരുന്നു പ്രവാചകന്റെ വസിയത്ത്. രോഗാവസ്ഥയിലും പള്ളിയിലേക്ക് വെച്ചു വന്ന പ്രവാചകന്റെ വഫാത്ത് പറയുമ്പോൾ ഇവിടെ ഈ പോയിന്റിൽ നമ്മളൊരു മാതൃക, വലിയ മാതൃക, പള്ളിയിൽ ജമാഅത്തിൽ വരുന്നിടത്ത് നമുക്കൊരു നോർമലൈസ്, അതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രവാചകന്റെ ഏറ്റവും അതിശക്തമായ താക്കീതായിരുന്നു. നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ എത്ര ആളുകൾ സുബഹി ജമാഅത്തുകൾക്ക് കൃത്യമായി എത്തുന്നു, ജുമാകൾക്ക് ഫുള്ളാണ് ആള്, പക്ഷേ സുബഹി ജമാഅത്തുകൾക്ക് നമ്മളുണ്ടോ, മറ്റ് ജമാഅത്തുകൾക്ക് നമ്മളുണ്ടോ? നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാഫിറിൽ നിന്നും വേർതിരിക്കുന്ന കാര്യമാണ് മുസ്ലിമിന്റെ നമസ്കാരം എന്നത് നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ 12ന്റെ ആ സുബഹി നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരി നീക്കി. പ്രവാചകൻ സഹാബികളുടെ ഭാഗത്തേക്ക്, നമുക്കറിയാം വിരി നീക്കി എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ പള്ളി മസ്ജിദുൻ നബവിയും പ്രവാചകന്റെ ഹുജറയും അത് അറ്റാച്ച് ചെയ്ത് ചേർന്നുകൊണ്ടായിരുന്നു. ഒരു വിരി നീക്കിയാൽ പ്രവാചകൻ സഹാബികളെ കാണാമായിരുന്നു. പ്രവാചകൻ സുബഹി നമസ്കാരത്തിലായിരിക്കുന്ന തന്റെ അനുചരന്മാരെ കണ്ട് പ്രവാചകൻ പുഞ്ചിരിക്കുകയാണ്. ആ പുഞ്ചിരി കണ്ട് സഹാബികളുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നമസ്കാരം കുഴപ്പത്തിലാകുമോ എന്ന് പോലും അവർ ഭയപ്പെട്ടു പോയി. പ്രവാചകൻ തിരിച്ചു വരലിന്റെ ഘട്ടത്തിലാണോ എന്ന് അവർ ആഗ്രഹിച്ചു പോയി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വഫാത്തിന്റെ ദിവസം ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പ്രവാചകൻ വഫാത്താകുന്ന ദിവസം അവിടെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ അടുത്തേക്ക് വിളിക്കുകയാണ്. അതിശക്തമായ വേദന അനുഭവിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, വഖർബ അബാ, എന്റെ വാപ്പ എന്തൊരു വേദനയാണ് അനുഭവിക്കുന്നത്. ലൈസ അലാ അബീക കർബുൻ ബഅദ ഹാദൽ യൗം, പ്രവാചകൻ മറുപടി കൊടുക്കുന്നു, ഈ ദിവസത്തിനു ശേഷം വാപ്പ ഒരു വേദനയും അനുഭവിക്കില്ല. കാരണം പ്രവാചകൻ ജനനം പിതാവില്ലാതെ യതീമായി ജനിച്ച പ്രവാചകൻ, നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6ാമത്തെ വയസ്സിൽ ആമിന ബീബി മരണപ്പെടുമ്പോൾ 8ാമത്തെ വയസ്സിൽ വല്ലിപ്പ് മരണപ്പെടുന്നു. തന്റെ കഫാലത്ത് സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നവരെല്ലാം തന്നിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന അവസ്ഥയിലൂടെ പ്രവാചകൻ അബൂ ത്വാലിബിന്റെ കൈകളിലൂടെ പ്രവാചകൻ വളർന്നു. 40ാമത്തെ വയസ്സിൽ പ്രവാചകന് നുബുവത്ത് ലഭിക്കുന്നു. അത് തന്റെ നാട്ടുകാരോട് കുടുംബക്കാരോട് തൗഹീദും ഈ
സുന്നത്തും ഈ കാര്യങ്ങളും റിസാലത്തും ആഖിറത്തുമെല്ലാം പ്രവാചകൻ പറഞ്ഞപ്പോൾ അതിശക്തമായ പീഡനങ്ങൾ മക്കയിലെ മനുഷ്യർ അനുഭവിപ്പിക്കുകയാണ്. അവിടെ ദീർഘമായ പ്രവാചകന്റെ വർഷങ്ങൾ കഠിനമായ മാനസികമായ ശാരീരികമായ പീഡനങ്ങൾ. ത്വായിഫിലെ ജനങ്ങൾ പ്രവാചകനെ ആട്ടിയോടിച്ചു, കല്ലെറിഞ്ഞോടിച്ചു. അവിടെ നിന്നെല്ലാം പ്രവാചകൻ മദീനയിലേക്ക് എത്തുന്നു. നിരന്തരമായ ആ പരീക്ഷണങ്ങളുടെ ഒരു ചങ്ങലയായിരുന്നു. ഇനി ഒരു പരീക്ഷണവും ഇന്നത്തെ ദിനത്തിനു ശേഷം നിന്റെ വാപ്പ ഒരു പരീക്ഷണവും അനുഭവിക്കുകയില്ല. പ്രവാചകന്റെ മരണത്തെ പറ്റിയുള്ള കൃത്യമായ സൂചനകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് നൽകി. ആദ്യം ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു എന്നും രണ്ടാമത് വീണ്ടും ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ വിളിച്ചു. പ്രവാചകൻ നബി കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നിലേക്ക് വന്നു ചേരുന്നത് നീയായിരിക്കും. പ്രവാചക വഫാത്തിന് ശേഷം തന്റെ ഭാര്യമാർ അവിടെ ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രവാചകൻ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് പ്രവാചകന്റെ മരണമായിരുന്നു. രണ്ടാമത് പറഞ്ഞത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വഫാത്തുമായി ബന്ധപ്പെട്ടായിരുന്നു. ആദ്യം നീയാണ് നബി കുടുംബത്തിൽ നിന്ന് കടന്നു വരിക. പ്രവാചകൻ പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് അതിശക്തമായ വേദനയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ദിനമാണ് യഥാർത്ഥത്തിൽ റബീഉൽ അവ്വൽ 12 ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 എന്നത് ഇതേപോലെ ഒരു റബീഉൽ അവ്വൽ 12-നായിരുന്നു പ്രവാചകന്റെ വഫാത്ത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ വഫാത്തിന് മുമ്പ് പറഞ്ഞ വസിയത്തുകളെ നെഞ്ചേറ്റുവാനും പ്രവാചകന്റെ ആ സുന്നത്തുകളെയും പ്രവാചകൻ പഠിപ്പിച്ച നന്മകളെയും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. അത്തരം വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 ദുഹാ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയം അതാണ്. അവിടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ പ്രവാചകൻ തലവെച്ച് അവിടെ അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അളിയൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാന്റെ കൈകളിൽ കണ്ട മിസ്വാക്ക്, അത് ആ മിസ്വാക്കിലേക്ക് പ്രവാചകന്റെ കണ്ണുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി. അത് കണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുകയാണ്, പ്രവാചകരെ താങ്കൾക്ക് മിസ്വാക്ക് ചെയ്യണോ, പല്ലു തേക്കണോ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ആവശ്യപ്പെടാതെ തന്നെ തന്റെ കണ്ണിൽ നിന്ന് തന്റെ ഭർത്താവിന്റെ ആവശ്യം മനസ്സിലാക്കി അത്രയും വളരെ അടുത്തറിയുന്ന അത്രയും വലിയ സ്നേഹബന്ധം ആ ദമ്പതിമാരിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിലൂടെ നമ്മൾ വായിക്കുകയാണ്. അബൂബക്കറിന്റെ കയ്യിൽ നിന്ന് ആ മിസ്വാക്ക് വാങ്ങി അതിന്റെ മറുതല പിടിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ വായിലിട്ട് ചവച്ചരച്ച് അത് പദമുള്ളതാക്കി പ്രവാചകൻ മിസ്വാക്ക് ചെയ്തു കൊടുക്കുകയാണ്. ആയിഷ ബീവി ആ രംഗത്തെ പറ്റി ഹദീസിൽ നമുക്ക് കാണാം. ആയിഷ ബീവി പറയുന്നത്, തൂഫിയ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ വഫാത്താകുന്നത് ഫീ ബൈതി, എന്റെ വീട്ടിലാണ്, എന്റെ ഹുജറയിലാണ്. വഫീ യൗമി, പ്രവാചകൻ വ്യത്യസ്ത ഭാര്യമാർക്ക് ഷെഡ്യൂൾ ചെയ്തു കൊടുത്ത ദിവസങ്ങളിൽ എന്റെ ദിനമായിരുന്നു അത്. വബൈന സഹിരി വനഹിരി, എന്റെ മടിത്തട്ടിൽ എന്റെ കഴുത്തിന്റെയും നെഞ്ചിന്റെയും ചേർന്നുകൊണ്ടായിരുന്നു പ്രവാചകൻ ഉണ്ടായിരുന്നത്. വജമാ ബൈന രീഖി വരീഖിഹി, എന്റെ ഉമിനീരും പ്രവാചകന്റെ ഉമിനീരും ഒന്നിച്ചു ചേർന്ന ഏറ്റവും അസുലഭമായ ആ മുഹൂർത്തത്തെ ആയിഷ റളിയല്ലാഹു അൻഹ ലോകത്തോട് പറയുന്നത്, ആ ഇഷ്ടത്തിന്റെ, ആ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ സ്നേഹത്തിന്റെ അതിന്റെ ഏറ്റവും മഹനീയമായ മാതൃകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ ആയിഷ ബീവി അഭിമാനപൂർവമാണ് ആ രണ്ട് ഉമിനീരുകളും പ്രവാചകന്റെ വഫാത്തിന്റെ അവസാന സമയത്ത് ആ ഉമിനീരുകൾ ഒന്നിച്ചു ചേർന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅല ഫിർറഫീഖിൽ അഅല, ഏറ്റവും ഉന്നതന്മാരുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് എന്നെ നയിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമേ, എന്നോട് കരുണ കാണിക്കണമേ, ഏറ്റവും ഉന്നതന്മാരായ ആളുകളിലേക്ക് എന്നെ ചേർക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി പറയുകയാണ്. ആ കൈകൾ
വഫാത്താകുന്നതോടുകൂടി ആ കൈകൾ താഴ്ന്നു പോവുകയാണ്. അവിടെയായിരുന്നു പ്രവാചകന്റെ വഫാത്ത് സംഭവിക്കുന്നത്. ആ വഫാത്ത് സംഭവിച്ചതിൽ പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിശക്തമായി കരയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അതിശക്തമായി കരയുകയാണ്. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ഇങ്ങനെ സഹാബികളെല്ലാം കരയുന്ന, മദീന മുഴുവൻ വിങ്ങിപ്പൊട്ടുന്ന ഒരു ദിനമായിരുന്നു യഥാർത്ഥത്തിൽ റബീഉൽ അവ്വൽ 12 എന്നത്. അവിടെ ഉമർ റളിയല്ലാഹു അൻഹു സ്വബോധം നഷ്ടപ്പെട്ട പോലെവനെയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടിട്ടില്ല എന്നാണ് ഒരു ഭാഗത്തുനിന്ന് വാദിക്കുന്നത്. റസൂൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവന്റെ തലയെടുക്കുമെന്നായി. പ്രവാചക സ്നേഹത്തിന്റെ അതിമഹനീയമായ ആ നിലക്കുള്ള അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതിലുള്ള ഒരു സംഭവമായിരുന്നു അത്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ നേരെ മിമ്പറിലേക്ക് കയറുകയും അവിടെ അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തുകയും ചെയ്തു. മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഇതാ മുഹമ്മദ് വഫാത്തായിരിക്കുന്നു. മൻ കാന യഅ്ബുദുല്ലാഹ, അല്ലാഹുവിനെയാണ് ആരെങ്കിലും ആരാധിക്കുന്നതെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അല്ലാഹു മരിക്കാത്തവനാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന പ്രഭാഷണം നടത്തി 2 ആയത്തുകൾ ഓതി. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അപ്പോൾ ഇറങ്ങിയ ആയത്തുകൾ പോലെ എനിക്ക് തോന്നി. ഇന്നക മയ്യിത്തുൻ വഇന്നഹും മയ്യിത്തുൻ മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും എന്ന 2 ആയത്തുകൾ ഓതി. അവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു സന്ദർഭത്തെ അവിടെ തണുപ്പിക്കാൻ ആ ആയത്തുകൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പോകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു ഐമനുമായി ഒരു ശക്തമായ ബന്ധം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിയുടെ ജനനത്തിലും പ്രവാചകന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രവാചകന്റെ നുബുവത്തിലും വഫാത്തിലും എല്ലാം സാക്ഷിയായ ഒരു വനിതയാണ് ഉമ്മു ഐമൻ എന്ന് പറയുന്നത്. ഉമ്മു ഐമൻ അതിശക്തമായി കരയുകയാണ്. അവർ ചോദിച്ചു, എന്തിനാണ് ഉമ്മു ഐമൻ താങ്കൾ കരയുന്നത്? ഉമ്മു ഐമൻ പറഞ്ഞത്, ആകാശ ലോകത്തു നിന്നുള്ള വഹി പ്രവാചകന്റെ വേർപാടിലൂടെ ഇതാ നിലച്ചു പോയിരിക്കുകയാണ്. ഇനി ആകാശ ലോകത്ത് നിന്നൊരു വഹി വരാനില്ല. അതുകൊണ്ട് തന്നെ അവിടെ സഹാബികൾ മുഴുവൻ കരഞ്ഞ, മദീന മുഴുവൻ തേങ്ങിക്കരഞ്ഞ ഒരു പ്രത്യേകമായ സന്ദർഭമായിരുന്നു അവിടെ. ഇതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ഈ വഫാത്ത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദന കൊണ്ട് പുളഞ്ഞ ഈ ദിനങ്ങളെ എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തിന് ആഘോഷിക്കാൻ കഴിയുക? പ്രവാചകൻ മരണപ്പെട്ട ദുഹാ സമയത്താണ് പ്രവാചക ജനനവുമായി ബന്ധപ്പെട്ട ഘോഷയാത്രകളും അത്തരം വഴിതടയലുകളും മുട്ടും പാട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ റസൂലിന്റെ വഫാത്ത് സഹിക്കാനാവാതെ സഹാബികൾ ബോധരഹിതരായതും പൊട്ടിക്കരഞ്ഞ ആ ദിനങ്ങൾ എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ പേരിൽ ആഘോഷിക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെ പ്രവാചകനോടുള്ള സ്നേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടേച്ചുപോയ ചര്യയെ പിൻപറ്റലാണ് എന്നത് നമ്മൾ ആവർത്തിച്ച് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുക. ജനനത്തിന്റെ തീയതി നിശ്ചയിച്ച് ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്ന രീതി എല്ലാം ഒരു സെലിബ്രേഷൻ കൾച്ചറിലേക്ക് പുതിയ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് അന്യമതസ്ഥരുടേതാണോ ഏതാണോ എന്നൊന്നും നോക്കാതെ ആഘോഷിക്കാൻ അവസരം കിട്ടുമ്പോൾ തുള്ളിച്ചാടാൻ കാത്തു നിൽക്കുന്ന ഒരു പുതിയ തലമുറ നമ്മുടെ ഉമ്മത്തിൽ നിന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ ശക്തമായി തിരുത്തപ്പെടേണ്ടതാണ്. ഇത്തരം ആഭാസങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്ക് വലിയ ബാധ്യതകൾ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രവാചകൻ വമാ ആതാകുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻ ഫൻതഹു, പ്രവാചകൻ എന്താണോ നിങ്ങളിൽ വിട്ടേച്ചു പോയത് അത് നിങ്ങൾ പൂർണ്ണമായും സ്വീകരിക്കുക. പ്രവാചകൻ എന്താണോ നിങ്ങളോട് വിരോധിച്ചത് അതിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹം. അതുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതിന്റെ മാനദണ്ഡം അത് തൗഹീദാണ്, സുന്നത്താണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് അതിലൊരാളെയും പങ്കു ചേർക്കാതെ നമ്മുടെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും റഹ്മാനായ റബ്ബിന് മുമ്പിൽ മാത്രം സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും രോഗം പൂർണ്ണമായും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്റെ ചര്യകളെ അത് ഇത്തിബാ ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത്, പ്രത്യേകിച്ച് ഫലസ്തീനിലെ ഗാസയിലെ മുസ്ലിമീങ്ങൾ, അല്ലാഹു ഇനി അവർക്ക് നിർഭയത്വവും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ.
നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അല്ലാഹു ഇനി അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു ഇനി ഞങ്ങളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم إنا نسألك الجنة. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് മഗ്‌രിബിന് ശേഷം നമ്മുടെ ഈ മസ്ജിദിൽ വെച്ചുകൊണ്ട് തന്നെ മുനവ്വർ സ്വലാഹിയുടെ ഒരു